എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുവർ ടു റിച്ച് എന്നാണ്. ഇപ്പം നമുക്ക് ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ബാങ്ക് ബാലൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷെ എന്തായെന്ന് മാത്രം എനിക്കറിയില്ല. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സീഫിൻ്റെ കിടിലം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ലൈഫിന് ചെറിയൊരു പണിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പുവർ ടു റിച്ച് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് നമ്മളിന്ന് നമ്മളെ മണി കുറച്ച് കൂട്ടാൻ പോവാണ് ഗൈസ്. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലാകെ ഒരു $208,000 ഉള്ളൂ കേട്ടോ. $28,000 28. അതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ബാങ്ക് ബാലൻസ് കൂട്ടാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ ബെന്നിയുടെ ഗാരേജിന് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടിയൊക്കെ ഗൈസ്, ഇത് ഏതാ വണ്ടി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നമ്മളെ ഫസ്റ്റ് വണ്ടിയാണ് ഗൈസ്. ഞാൻ ഈ ഗെയിമിൽ അക്കൗണ്ട് വെച്ച് കയറിയപ്പോൾ ഫസ്റ്റ് എടുത്ത വണ്ടി ഇതായിരുന്നു ഗൈസ്. കിടിലാണ് കേട്ടോ ഗൈസ്. ഇപ്പം എൻ്റെ ഡോറിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. കിടിലം. ഏതായാലും നമുക്ക് നേരെ ഈ ഒരു വണ്ടി എടുത്ത് നമ്മൾ ഇവിടെ എല്ലാ ജോബും തീർക്കാൻ പോകുന്നത്. ഓരോരോ ജോബായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം ആദ്യത്തെ ജോബ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ടാക്സിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ടാക്സി എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പം നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്ത് നമ്മൾ ഈ ഒരു വണ്ടി ടാക്സി വിടാൻ പോകില്ല കേട്ടോ ഗൈസ്. കാരണം ഇത് നമ്മളൊരു പ്രൈവറ്റ് സ്നേഹിച്ച് കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഗൈസ്. വെച്ചാൽ ഒരു പ്രൈവറ്റ് വണ്ടി, ഒരു ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയാം ഗൈസ്. അങ്ങനത്തെ ഈ ഒരു വണ്ടിന് ഞാൻ ഈ പോവും ഗൈസ്. നിങ്ങൾ പറയും പോവോ? ഞാൻ പോവില്ല, അത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വണ്ടിയിലല്ല പോണേ. നമുക്ക് വേറെ വണ്ടി പോവാം. അപ്പോൾ ഏതായാലും നമുക്ക് ആ വണ്ടി ഒന്ന് പോയി കാണാം. ഇതിൽ ഫുൾ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ കഴിയുന്നത് ആദ്യമൊന്നും ഇതിലില്ല. ഇനിയിപ്പോൾ വന്ന അപ്ഡേറ്റ് വന്നാണ് ഗൈസ്. കഴിഞ്ഞ അപ്ഡേറ്റിലൊന്നും ഈ ഡോർ ഓപ്പൺ ആക്കാനുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിലാണ് ആ സംഭവം വന്നത്. ഏതായാലും നമുക്ക് നേരെ നമ്മളെ ടാക്സി കാർ റിവ്യൂ ചെയ്യാം. ഈ ഒരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതിങ്ങനെ കൊണ്ടുനടക്കാനോ സുഖമല്ല ഗൈസ്. അപ്പം ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ അയച്ച് മറ്റൊരു വർക്കൊക്കെ ചെയ്താലോ ചെറിയൊരു ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പം നേരെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കാൻ പാടുണ്ട് ഗൈസ്. നേരെ വല്ല എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്താണ്ട് പിന്നെ ടാക്സി ആക്കി ഇറക്കണം ഗൈസ്. അപ്പം നേരെ അവനൊന്ന് വർക്ക് ചെയ്ത് കൊണ്ടുവരാം ണ്ട്. അപ്പം ഇവരെ പോലെ ഇപ്പം ഞാനും വയ്യാതാരായി ഗൈസ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നൈസിന് ചെറിയ ലോൺ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു. പൈസ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കായിരുന്നു ഗൈസ്. അതിന് വേണ്ടി ഞാൻ ദുബായിക്ക് പോയി ഞാൻ. അപ്പം ദുബായിൽ നിന്ന് പൈസ അയച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും വേണ്ടി ഞാൻ ആദ്യം പോന്നു ഗൈസ്. പൈസ ഇങ്ങോട്ട് വരുന്ന ഏതോ ഒരു ഗ്യാങ് പൊക്കി ആകെ ചൊറയായി കിടക്കാണ് ഗൈസ്. അപ്പം ഇനി ആ ചൊറ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. ബാങ്ക് എല്ലാം കൊണ്ടുപോയി. അപ്പം ആകെ ഒരു കാറാണ് ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗൈസ് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ ബെന്നിയോടെ സഹായിച്ച് ചെറിയ ഹെൽപ്പ് ചോദിച്ചപ്പോൾ ബെന്നി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മോ, നമ്മളെ വണ്ടിയാണോ ഗൈസ് കിടക്കുന്നത്? ബെന്നിയോട് ഈ ഒരു വണ്ടി വർക്ക് ചെയ്തിടാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗൈസ്. ബെന്നി ഇച്ചാതി ചെയ്യും ഞാൻ വിചാരിച്ചില്ല ഗൈസ്. എൻ്റെ അമ്മോ, പൊളി. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയി വണ്ടി അങ്ങോട്ട് എടുത്തോക്കാം. ലോക്കൊന്നും നയിക്കില്ലല്ലോ ഗൈസ്. ബെന്നി വണ്ടി ആരും അടിച്ചോണ്ടായാൽ കുടുങ്ങൂലേ? എന്ത് പറയാൻ കഴിയില്ലല്ലോ ഗൈസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ബെന്നി. അതുകൊണ്ടൊന്നും പറയണ്ട. നമുക്ക് ഏതായാലും നേരെ ടാക്സി തുടങ്ങിയേക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ടാക്സി പണിയായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും 1 lakh ഉണ്ടാക്കും. അത് എല്ലാ ജോബും നമ്മൾ ചെയ്തിട്ട് ഗൈസ്. പിന്നെ ഈ മൗണ്ടൻ വരെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നേരെ നമുക്ക് ചെറുക്കനെ പോയി പിക്ക് ചെയ്യാം. ഇവിടെയാണ് ഈ ചെറുക്കൻ അങ്ങ് ദൂരെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പറക്കാം വന്നിട്ടുണ്ട് ഗൈസ്. ചെറിയ ബ്രേക്ക് ഇഷ്യൂ.
അച്ഛനങ്ങോട്ട് വന്ന് കയറിക്കൂടി. ഓ ലേഡിയായിരുന്നു. ഹലോ മാഡം, എങ്ങോട്ടായിരുന്നു? ചെറിയൊരു മൗണ്ടൻ വരെ. ഓക്കെ മാഡം. അപ്പോൾ നമുക്ക് നേരെ മേഡത്തിനെ മൗണ്ടൻ വരെ ഒന്ന് എത്തിച്ചു കൊടുക്കാണ്ടോ ഗൈസ്. ഇവിടുന്ന് കുറച്ചും ലോങ് ഉള്ളൂ. അപ്പോൾ മാഡം എന്താണ് മൗണ്ടനിൽ സ്റ്റേ ആണോ? അതെ. താങ്കൾക്ക് എന്താണ് വണ്ടി ഓടിക്കാൻ അറിയില്ല? വേറെ പോയി പുറത്താണ്. അത് മാഡം നൈസിന് കയ്യിൽ നിന്ന് പോയാണ്. അത് ഞാൻ മാഡത്തോട് സംസാരിക്കുന്നതേ കയ്യിൽ നിന്ന് പോയാൽ. ഓക്കെ, ഞാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷെ തനിക്ക് തന്നെ സ്റ്റാറിൻ്റെ ഒരു സ്റ്റാർ ഞാൻ കുറച്ച്. അതെന്താണ് മാഡം? പ്ലീസ് മാഡം, പ്ലീസ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തരില്ല പറഞ്ഞാൽ ഞാൻ തരില്ല. ഞാൻ പക്ക സ്ട്രോങ് ആണ്. ഗൈസ്, ഇവരെ സ്റ്റാറിനനുസരിച്ചാണ് ഇവർ നമുക്ക് 5 സ്റ്റാർ തരും ഗൈസ്. ഇതിൽ ഇവരെ സ്റ്റാറിനനുസരിച്ചാണ് നമ്മളെ ഡ്യൂട്ടിൻ്റെ ഗൈസ്. അപ്പോൾ ഏതായാലും ഒരു സ്റ്റാർ എന്തായാലും പോയി കിട്ടിയെന്ന് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയേക്കാം. ഇതൊക്കെ നമ്മളെ ലെസ്റ്റർ തന്ന ഡ്യൂട്ടിയാണ് കേട്ടോ ഗൈസ്. ഓ, താനെ ഈ ഫീൽഡിലൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അതേ മാഡം, നൈസിനൊരു ബാങ്കിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഞാൻ റിച്ച് പീപ്പിളായിരുന്നു പറയാം മാഡം. അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ പോവുകയാണ്. ഓ, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ. നീ ഇങ്ങനെ ബേജാറാവല്ലേ? എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിനക്കല്ലേ. അപ്പോൾ മാഡം നിങ്ങൾക്ക് തരാൻ പറ്റിയ 5 സ്റ്റാർ അങ്ങോട്ട് തന്നാൽ അതിന് കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇല്ല. കാരണം അത് ഓൾറെഡി പോയി. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റാർ തന്നെ തന്നേ പോയല്ലോ. അത് ഈ ടാക്സിൻ്റെ മുകളിലുള്ള സംഭവത്തിലാണ് വരിക. ഓ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടാക്സി ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് മാഡം. ഓ, അത് ശരിയാ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും മാഡത്തെ നമുക്ക് നേരെ മൗണ്ടനിലേക്ക് ഇറക്കി കൊടുക്കാം. മാഡം അവിടെ സ്റ്റേ ആണോ? അതെ, എൻ്റെ വീട് അവിടെ. അത് അപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാറ്. എനിക്ക് ചെറിയൊരു ജോബിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് വരാറാണ്. താൻ എപ്പോഴും പത്തിൽ അങ്ങനെ ഓടാറുണ്ടോ? ഞാൻ ഇന്ന് തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഞാൻ പോവും. ഓക്കെ. ആ, അല്ല, താൻ എന്തെങ്കിലും ലോണൊക്കെ ഉണ്ടാകുമ്പോൾ അടിച്ചേക്കണ്ടേ? എന്താണ് ഇങ്ങനെയൊക്കെ? അത് സംഭവം ചെറിയൊരു ലോണാണ്. ഒരു 1 ലാഖിൻ്റെ ആണ്. ഓ, 1 ലാഖുള്ളൂ. പക്ഷെ എൻ്റെ എല്ലാം കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ. സംഭവം എന്താണ്? ഞാൻ 1 ലാഖിന് വേണ്ടി നമ്മൾ ദുബായ് വരെ ഒന്ന് പോയായിരുന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ദുബായിൽ നിന്ന് 1 ലാഖ് കൊടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യലായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഇടയിൽ ഏതൊരു ഗ്യാങ്, 3 ഗ്യാങ് അതിൻ്റെ പിടിച്ചാൻ കൊടുത്തു കഴിഞ്ഞു. ഉച്ചത് ദേഷ്യമുണ്ട്. ആ ഗ്യാങ്ങിൻ്റെ എല്ലാ മണി അടിച്ചുകൊണ്ടിട്ട് പോയി. ഓ, ഗ്യാങ്ങിൻ്റെ ഡീറ്റെയിൽസ് എങ്ങാനോ ഇല്ല മാഡം. ഏറ്റവും കിട്ടിയ പോലീസിന് എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ബാങ്കിന് മനസ്സിലായതുകൊണ്ടും പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി മാത്രമായിട്ട് തന്നെ ബാക്കി ഒരു നല്ല വണ്ടി ഇപ്പോൾ ബാങ്കിൻ്റെ കയ്യിലാണ് മാഡം. ഓ, തനിക്ക് എത്ര വണ്ടി ഉണ്ടാവും? എനിക്ക് എത്രയെന്ന് എണ്ണിയാൽ ഒതുങ്ങില്ല, അത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നേരെ മാഡത്തിൻ്റെ മൗണ്ടിൽ എത്തിച്ച് കാണാം. മാഡത്തിന് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ മാഡത്തിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഓ, 2 സ്റ്റാറോ? ആ സ്റ്റാറല്ല പോകേണ്ടി ഗൈസ്. ഇനി എന്തോ ആയിക്കോട്ടെ, അടുത്ത ട്രിപ്പ് പോവാം. ഇപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് പോവാം കേട്ടോ ഗൈസ്. അടുത്ത ട്രിപ്പ് ലോഡിങ്ങിലാണ്. അതിന് മുന്നേ ആരോ ഒന്ന് എന്നെ വിളിക്കണ്ടല്ലോ ഗൈസ്. ഓ, റേസിംഗ് ട്രാക്ക്. ഇപ്പോൾ ഏതായാലും കോള് കട്ടേക്കാം. നമുക്ക് പോട്ടല്ല വലുത് ഗൈസ്, പൈസ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി എടുക്കാണ്ട് ഗൈസ്. ഇതിൽ നിന്നൊക്കെ എടുക്കാന്ന് പറയാൻ ചില്ലറ പണിയില്ല ഗൈസ്. മൗണ്ടേന്ന് റേസിംഗ് ട്രാക്ക് വരെ പോകണം ഗൈസ്. ഇനി ഏതായാലും നമുക്ക് നേരെ പോയേക്കാം. എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം. നേരെ വിടുക. അപ്പം വേഗം നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ BMW നമുക്ക് നമ്മളെ ഫ്രണ്ടിന് കൊടുത്തോണ്ട് അത് ബാങ്കുകാർ പൊക്കാതെ രക്ഷപ്പെട്ട് ഗൈസ്. വല്ലാത്തൊരവസ്ഥയായി പോയി ഗൈസ്. അപ്പം ഇനി ഇവർ ട്രിപ്പിന് വന്നാണ് തോന്നുന്നുണ്ട് ഗൈസ്. അതാണ് തോന്നുന്നത് ഈ ഒരു ഏരിയ ഫോറസ്റ്റ് ഹോട്ടൽ ഗൈസ്. ഫോറസ്റ്റ് ഹോട്ടലിൽ ഇവർക്ക് എന്താണ് പണി? ഏതായാലും ഫോറസ്റ്റ് ഹോട്ടലിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോയാലും എന്നാണ് പറയുന്നത്. അതാ കാണുന്നുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം.
പെട്ടെന്ന് ക്ലൈമറ്റാണ് മാറി ഗൈസ്. ഏതായാലും നമുക്ക് രണ്ടും ലേഡീസാണല്ലോ ഗൈസ്. നേരെ ഒരു ലേഡീനെ കയറ്റിയേക്കാം. ഫ്രണ്ട് സീറ്റിലാണ് കയറുന്നത് ഗൈസ്. ഏതായാലും നമുക്ക് നേരെ ഇനി വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ഓക്കെ. നമ്മളൊന്നും മിണ്ടുന്നില്ലല്ലോ ഗൈസ്. നിൻ്റെ മാട്ടാണോ? ഹലോ ഹലോ മാഡം എന്താ റേസിംഗ് ട്രാക്ക്? ഞാനൊരു റേസറാണ് ബ്രോ. അല്ല ബ്രോ മാഡം എന്താ ഇവിടെ? അത് ഞാൻ ചെറുതായിട്ടും ചില്ലാൻ വന്നായിരുന്നു. പെട്ടെന്നാണ് റേസിങ്ങിലേക്കുള്ള ഇതെടുത്ത്. അപ്പോൾ നമ്മളെ കസിൻസൊക്കെ വണ്ടി അവിടെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമുക്ക് ഏതായാലും റേസിംഗ് ട്രാക്കിലേക്ക് എത്തിയാൽ മതി. എന്നോട് ടാക്സി വിളിച്ച് വരാനാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ബ്രോനെ ഞാൻ എന്തായാലും കണ്ടില്ലല്ലോ ടാക്സിയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ചെറിയ ഇഷ്യൂൻ്റെ പേരിൽ ഞാൻ ടാക്സി ഫീൽഡിലേക്ക് കയറിയാണ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് മാഡത്തിൻ്റെ റേസിംഗ് ട്രാക്കിലേക്ക് എത്തിച്ചേക്കാം. ആക്കി എടുക്കണം. നമ്മൾ മറ്റേ അതിലങ്ങനെ പോയാൽ നമ്മൾ അവിടെ കയറി പൈസ കൊടുക്കണ്ടേ ഗൈസ്. കൊടുക്കാൻ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധി വെച്ച്. ഡെസേർട്ടുകളാണ് നമ്മൾ പോകണം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഒരുപാട് ലോങ് ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടിന് ജസ്റ്റ് പെട്രോൾ അടിക്കണം ഗൈസ്. തീരല്ല, അപ്പം പെട്രോൾ ഒന്നും അടിക്കട്ടെ ഗൈസ്. അപ്പം യാത്രയൊക്കെ നല്ല ട്രിപ്പായിരുന്നു ഗൈസ്. രാത്രി രാവിലെ ആണെൻ്റെ ട്രിപ്പ് ആയിരുന്നു. അപ്പം ഏതായാലും നമുക്കൊന്ന് പോയി ഉറങ്ങണം. അപ്പം ഇനി ഏതായാലും നമുക്ക് ഇതൊക്കെ ട്രിപ്പും ടാക്സി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സിറ്റ് അടിക്കട്ടെ ഗൈസ്. ഇനി കഴിയൂല. ടാക്സി ഓടിക്കുന്നതിലൊക്കെ പറയാനുമാണ് ഗൈസ്. ഫുൾ ടാങ്കൊക്കെ അടിച്ചെന്ന് ഗൈസ്. 140 ഉള്ളൂ, കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ലെസ്റ്റർ വിളിച്ചിരുന്നു ഗൈസ്. എന്തിനാ അറിയില്ല, നമുക്കൊന്ന് വിളിച്ചോക്കട്ടെ ഗൈസ്. ലെസ്റ്റർ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പെട്ടെന്ന് മൗണ്ടയിലേക്ക് വരാൻ. രാവിലെ അല്ലാന്നില്ല ട്രിപ്പ് ഗൈസ്. ഞാൻ ഏതായാലും നമുക്ക് നമ്മൾ വീട്ടിൽ പോയി മാറ്റിയിട്ടൊക്കെ വരാം മൗണ്ടയിലേക്ക് വിചാരിക്കുകയാണ് ഗൈസ്. സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു ഷോപ്പിലേക്ക് വരാനാണ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞ്. കിടക്കുന്ന ഷോപ്പിൽ നമുക്കൊന്ന് മേടിക്കണം. പൈസ ആവട്ടെ ഗൈസ്. അപ്പം ഇനി 2 ലാക്ക് ഉണ്ടാക്കിയിട്ട് 3 ലാക്ക് 3 ലാക്ക് ഉണ്ടാക്കണം ഗൈസ്. കാരണം 1 ലാക്ക് ഇവിടെ കൊടുത്താൽ പിന്നെ ആ ഗ്യാങ്ങിൻ്റെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് നിൽക്കാം. നമ്മളാ പഴയ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ലാക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി കാലാവധി അവർ തരും എന്നാണ് അവർ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ലെസ്റ്റർ തരാൻ വന്നില്ല. ലെസ്റ്റർ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ കുളിച്ച് മാറ്റി ഒരു കാർ എടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളാ പഴയ വണ്ടിയാണ് ഗൈസ്. എനിക്ക് എന്തൊരു ഇഷ്ടമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ ഫ്രണ്ട് കൊണ്ടുപോയായിരുന്നു ഗൈസ്. എന്തൊരു വില്ലേജ് ലുക്കും ഇതൊക്കെ അലവിലൊക്കെ കണ്ടപ്പോൾ എന്തൊരു ഇഷ്ടമായി. നമ്മളെ ഈ സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ അതേമാതിരി കൊണ്ടുപോയിരുന്നു. എൻ്റെ മോണറ്റൊക്കെ ഗൈസ് വേറെ ലെവലിൽ. ഇപ്പം ഇതായിട്ട് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഇതൊന്നും നോക്കിയില്ല, ഇത് തന്നെ എടുത്ത് പോന്ന്. അതാണ് ഈ ഒരു വണ്ടിൻ്റെ കഥ. അപ്പം ഇതിൻ്റെ മോണറ്റ് കിടില്ല അല്ലേ. ഏതായാലും നമ്മൾ BM കണ്ട ഭാഗം കൊണ്ടുപോകാനും പോയി ഗൈസ്. അപ്പം ഏതായാലും നമുക്ക് നേരെ ഈ ഒരു വണ്ടി ഇവിടെ വെക്കണ്ട. കാരണം ഇനി ഇതിൻ്റെ വലിയൊരു ഫൈൻ കിട്ടി അത് കൊടുക്കാൻ പോലും പൈസ ഗൈസ് നമ്മൾ കയ്യിലില്ല. അപ്പം ടാക്സി മേടിച്ചതിൻ്റെ പൈസ ഉണ്ട് ഗൈസ്. അത് ഒറ്റയടിക്ക് കളയണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഞാൻ അപ്പം പറഞ്ഞ് ഞാൻ അങ്ങോട്ടാണ് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പാർക്കിംഗ് നോക്കി വന്നാണ് ഗൈസ്. അതവിടെ ഒരു ചെറിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഏതായാലും ഇവിടെ ഇറക്കാം. അതോ ലെസ്റ്ററിൻ്റെ വണ്ടിയാണല്ലോ ഗൈസ് ഇത്. ലെസ്റ്ററിൻ്റെ അപ്പോൾ ലെസ്റ്റർ നമ്മളോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 1 ജോബ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല വണ്ടി വരുന്ന നല്ല ജോബാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ലെസ്റ്റർ ഇങ്ങനെ ഒരു ഇത് തന്നുകൊണ്ട് കിടിലനായിട്ടുണ്ട് ഗൈസ്. അപ്പം ഏതായാലും പെട്ടെന്ന് 1 ലാക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഏതായാലും നമുക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഒരു ഭാഗത്താണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് ലൊക്കേഷൻ അടയാളപ്പെടുത്തിയിട്ട് നേരെ അങ്ങോട്ട് വിടാം കേട്ടോ ഗൈസ്. ഞാൻ ആകെ ഹാപ്പിയാണ്.
ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഗൈസ്. ഏതായാലും നമുക്ക് നേരെ ലൊക്കേഷനിലേക്കട് വിടാം. അടുത്തിട്ട് കാണാം. നിൽക്കാനായിട്ട് വണ്ടി നെക്സ്റ്റ് ബസ്സിന് പോയിന്ന്. അതൊക്കെ ആടെല്ലാം AI നോക്കിക്കോളും ഗൈസ്. ഇത്തരം വണ്ടികൾക്കൊക്കെ AI നോക്കിക്കോളും, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. M4 പോയാണ്ട് ഗൈസ്, ജസ്റ്റ് മിസ്. അപ്പോൾ ഏതായാലും നമ്മൾ വർക്കിന് കയറിയിട്ട് അത് തന്നെ ഒരു വണ്ടി പോയിന്ന് $50. ഇവിടെ അൺലിമിറ്റഡ് വണ്ടി കേട്ടോ ഗൈസ്. ആണ് ലെസ്ത പറഞ്ഞേ. ഇവിടുത്തെ ഏതൊരാളെ നൈസിന് പണി പറ്റിച്ചാണ്ടാണ് ലെസ്ത ഇങ്ങോട്ട് കയറിയത്. നമുക്ക് പണി തന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അടിപൊളി വർക്കാണ്. ഒറ്റയടിക്ക് 1 ലാക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. ഏതായാലും നമുക്ക് കുറച്ചൊക്കെ വർക്ക് ചെയ്ത് നിൽക്കാം.